എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് കമന്റ് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും കമന്റ് ഇട്ടില്ല കേട്ടോ. ഞാൻ ആകെ കൺഫ്യൂഷനായിട്ട് തല പെരുത്തിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇന്നലെ നമ്മുടെ ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഷീറ്റ് മൂടിയിട്ടില്ല, ഒന്നും മൂടിയിട്ടില്ല. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ സാധനം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത്. അതുകൊണ്ടൊരു ഉപകാരം മാത്രം ഉണ്ടായത് ആ ആമ്പൽ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രം ഉപകാരം ഉണ്ടായിട്ടുള്ളൂ. ഏത് മീനാ വാങ്ങേണ്ടത് നിങ്ങൾ ആരും പറഞ്ഞു തന്നില്ല കേട്ടോ. കാരണം മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മോൺസ്റ്റർ ഫിഷിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ 1-2 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ കമൻറ്റ് ഇട്ടതിന്. ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ഇടണം. ഇന്ന് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ ഈ ഫിഷ് ടാങ്കിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വലിയൊരു ടാങ്കാണ് കേട്ടോ. അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട്, എന്നാൽ അതിൻ്റെ 1% മാത്രമേ മീൻ ഇതിലുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു സാരിവാലൻ എനിക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ആ സാരിവാലൻ, കണ്ട നല്ല ഭംഗിയുള്ളൊരു സാരിവാലനാണ് കേട്ടോ അത് ഈ വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കുറച്ചുകൂടി മീൻ ഇതിൽ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇന്ന് ഏത് വാങ്ങണം എന്ന് നമ്മൾ നോക്കുന്നതല്ല, ഇന്ന് നമ്മൾ മീനെ വാങ്ങും. ഏത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എന്തായാലും പോയി നോക്കി നോക്കാം. ഞാൻ ക്യാമറ ഹെൽമെറ്റിൽ വെക്കുന്നുണ്ട്. പോലീസ് പിടിച്ചാൽ അതും കാണാം, അല്ലെങ്കിൽ മീനും വാങ്ങാം. നമ്മുടെ ഹണ്ടർ ഇവിടെ ഭംഗിയായിട്ട് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഹണ്ടർ എടുത്തിട്ട് നമുക്ക് ഇന്ന് എന്തായാലും ഫിഷ് ടാങ്ക് നിറയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇന്ന് തന്നെ കൊല്ലു കേട്ടോ. കാരണം ഈ ഫിഷ് ടാങ്കിൻ്റെ കാര്യം മീനെ വാങ്ങണമെന്ന് കൺഫ്യൂഷൻ അടിച്ച് ഈ സാധനം ഇങ്ങനെ തുറന്നിട്ടത് കുറച്ച് നാളായിട്ടുണ്ട്. ജൂണോ ഇടയ്ക്ക് ചാടലും കുളിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിയല്ല. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം കേട്ടോ. അപ്പോൾ ഈ ഒരു പേരും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. സോ ഇന്ന് നമുക്ക് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. നമ്മുടെ ബൈക്ക് 2 കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. കിടിലൻ ഓഫറിൽ ഈ ബൈക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം. വേണമെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ, റോഡ് ബൈക്ക് നോക്കുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡീലാണ് കേട്ടോ. നമുക്ക് ഹണ്ടർ എടുത്തിട്ട് നേരെ പോകാൻ. എനിക്ക് ഫസ്റ്റ് തന്നെ ക്യാമറയുടെ ഇതൊന്ന് മാറ്റണം കേട്ടോ. ക്യാമറയുടെ ക്ലാമ്പ് ഒന്ന് മാറ്റണം. ഇപ്പോൾ വെച്ചിരിക്കുന്നത് കണ്ട ക്യാമറ ഇപ്പോൾ വെച്ചിരിക്കുന്നുണ്ട്. ഈ ക്ലാമ്പ് ഒന്ന് മാറ്റണം. അതിന് ശേഷം വേണം നമുക്കവിടെ പോവാൻ വേണ്ടിയിട്ട്. സോ ക്ലാമ്പ് മാറ്റുന്ന സ്ഥലത്തേക്ക് ആദ്യം പോവാം കേട്ടോ. അല്ലെങ്കിൽ സൗണ്ട് ഭയങ്കര മോശമായിരിക്കും എനിക്ക് തോന്നണം, അറിയില്ല. നോക്കി നോക്കാം. എപ്പോഴും ബ്ലോക്കാട്ടോ. തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവും. ഇത് GT ആണോ ഗൈസ്? KL02. നൈസ്, കൊള്ളാം. ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഈ ബ്ലോക്ക് അങ്ങനെ കഴിയാത്തത് കൊണ്ട് ഒരു എക്സ്ക്യൂസ് കിട്ടാ. നമുക്ക് ഇതേ കൂടെ കട്ട് ചെയ്തെടുക്കാം. ചില സമയത്ത് ഞാൻ MTB ആണ് ഓടിക്കുന്നതിൻ്റെ ഒരു ഇത് വരും കേട്ടോ, എനിക്ക് റിഫ്ലക്ഷൻ വരും. അപ്പം ഞാൻ ചിലപ്പോൾ ഫുട്പാത്തിൽ കൂടെ ഒക്കെ കയറ്റി കൊണ്ടുപോകും. പിന്നെ ഞാൻ ആലോചിക്കുക, ദൈവം ഞാൻ ബൈക്കാണല്ലോ മോട്ടോർ സൈക്കിളാണല്ലോ ഓടിക്കണേന്ന് കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് ഓടിച്ച് അയ്യോ ചേട്ടാ, ഇൻഡിക്കേറ്റർ. ആംബുലൻസ്. ഓക്കെ, നമുക്ക് ഈ വഴിയാണ് പോകണ്ട കേട്ടോ. ഈ വഴിയിലാണ് ആ കടയുള്ളത്. അയ്യോ, ഇത് മദ്യഷാപ്പാണ് സുഹൃത്തുക്കളെ. ഇവിടെ അല്ലല്ല, അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ. ഈ കട ഞാൻ എപ്പോഴും മറക്കും. ഗൈസ്, ഇവിടെ നിറച്ച് മീനിൻ്റെ ഇതുകളുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കണ മീൻ ആക്ച്വലി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാരിവാലൻ ആ ടൈപ്പാട്ടോ. അതിലേറ്റവും
നല്ല ക്വാളിറ്റി നോക്കി എടുക്കാനാണ് പ്ലാൻ. അത് പക്ഷെ എവിടെയാണെന്നാണ് എനിക്ക് അറിയാത്തത്. ഈ മീനിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. അവർക്കൊരു കൂട്ടാവും എൻ്റെ ഫിഷ് ടാങ്കിലുള്ളത് കേട്ടോ. 80 രൂപയെന്ന് പറഞ്ഞാൽ. ഇത് നല്ല ഭംഗിയുണ്ട്. ചേച്ചി ഇതെടുത്തോ. അവിടെ കിടക്കുന്നത് 80 രൂപ, ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ കിടക്കുന്നതിന് ഇത് എത്രയാണ് പറഞ്ഞ ചേച്ചി? ഇത് 60, ഇത് 30 കേട്ടോ. ഇത് 30 വരണേ. ഇത് 30 രൂപയുള്ളൂ. എല്ലാത്തിൽ നിന്നും ഓരോ ജോലി എടുക്കാമെന്നുണ്ട് എനിക്ക്. പിന്നെ അടുത്ത കടയിൽ നിന്ന് അടുത്ത് വാങ്ങാമല്ലോ. ജീവനോട്ട് ഉണ്ടായാൽ മതി കഴിച്ചത്. ഗൈസ്, നമ്മൾ തൃശ്ശൂരുള്ള എല്ലാ കടയിൽ നിന്ന് നമുക്ക് കുറച്ച് മീനെ വാങ്ങാം കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ 2 ജോഡി വാങ്ങിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. വീട്ടിലെത്തിയിട്ട് ഓരോ ജോഡി ഞാൻ കാട്ടിത്തരാം. ഇതിപ്പോൾ ഇവിടുന്ന് ഒരു 2 ജോഡിയായി കഴിച്ചു. ഇനി അടുത്ത കടയിൽ പോവാം കേട്ടോ. ഗൈസ്, അടുത്ത മീനിൻ്റെ ഷോപ്പ് കേട്ടോ. അടുത്ത മീനിൻ്റെ ഷോപ്പ് ഇവിടെയാണ് വരണം. അയ്യോ, ഇവിടെ ബ്ലോക്ക്ഡ് ആണല്ലോ. നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്തിട്ട് കയറി പോണോ? എൻ്റെ മോനെ, തൽക്കാലം നമുക്ക് ബൈക്ക് കൂടെ വയ്ക്കാം കേട്ടോ. വേറെ ഏതിൻ്റെയോ പാർക്കിംഗ് ആണ്. സാരില്ലേ, നമുക്കിവിടെ ബൈക്ക് കൂടെ വെച്ചിട്ട് താക്കോല് ഞാൻ എപ്പോഴും എടുക്കാൻ മറക്കും. ഇവിടുന്ന് നമുക്ക് വേറെ മോഡൽസ് ഉണ്ടെങ്കിൽ അതും വാങ്ങാം കേട്ടോ. നമുക്ക് തൃശ്ശൂരിലത്തെ എല്ലാ മീൻ കടയിൽ നിന്നും വാങ്ങണം നമുക്ക്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. ഗൈസ്, ഇവിടെ കുറേ മീനുകളുണ്ട്. ഒരു പെയറിന് 40 രൂപ വെച്ചിട്ട്. ഒരു പെയറിന് 40 രൂപ. ഇത് നോക്കിയാൽ കട്ട കൂടിയിട്ട് ഇതാണെന്നുണ്ട് പ്ലാറ്റി. ഇത് പ്ലാറ്റി ആണെന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് 40 രൂപ, 650 രൂപയാണ്. അതുകൊണ്ട് 650 അല്ല കേട്ടോ, വേറെ ഇതിൻ്റെ വിലയാണ് അവിടെ കിടക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇവരുടെ ഗപ്പിയുടെ കളക്ഷൻസ് നോക്കാം. എന്നിട്ട് സാരിവാലൻ സാധനങ്ങൾ കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. ഇതാണ് നമ്മുടെ അലിഗേറ്ററാണോ അരാപ്പയ്മയാണത് അല്ലേ? നല്ല രസമുണ്ട് പക്ഷെ കാണാൻ വേണ്ടിയിട്ട്. നോക്കി മോനെ, ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ടാങ്കിൽ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് പ്രശ്നം. അതാണ് അമ്മയും പറഞ്ഞത്. പിന്നെ ലൈവ് ഫിഷും കൊടുക്കണ്ടേ. ഗൈസ്, ഇവിടുന്ന് ഞാനൊരു 10 എണ്ണം അടുപ്പിച്ച് വാങ്ങിയിട്ടാ. ഇതിൽ കുറേ മീനുകളുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇത് എന്നിട്ട് തിന്നണ മീനാണ്. അത് എനിക്കറിയില്ല കേട്ടോ. ഇതിൽ നിന്ന് ഞാനൊരു 10 എണ്ണം എടുത്താലോ എന്ന് ഞാൻ ആലോചിക്കണേ. ഇതിൻ്റെ ഉള്ളിൽ ടൈഗർ കളർ, ടൈഗറിൻ്റെ ഒരു ഇതുപോലെ എന്താണെന്നറിയില്ല, ആണ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ കളർ കേട്ടോ, ഈ മീൻ നമുക്ക് കാണാനുണ്ടോ ക്ലിയർ ആയിട്ട് ഈ സാധനം. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ ഇത് കിടക്കുന്നുണ്ട്. ഇതെനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് കുറേ വേണം. പക്ഷെ ഇത് ലൈവ് ഫിഷാണോ തിന്നുക അതോ നമ്മുടെ തീറ്റയാണോ തിന്നാന്ന് എനിക്കറിയില്ല. ഈ മീൻ കേട്ടോ, ഓസ്കാർ അല്ല ഇത്, ഓസ്കാർ നമുക്ക് ലാസ്റ്റിലേക്ക് വയ്ക്കാം. ഈ വീഡിയോയിൽ ഫുള്ള് ഗപ്പി വാങ്ങാം കേട്ടോ. ഗപ്പികൾ ഫുള്ള് വാങ്ങാം. ഇതുകൂടി ആകുമ്പോൾ ഒരു 15 എണ്ണം ഉണ്ടോ ആയിണ്ടാവും മൊത്തം. ഞാൻ വീട്ടിലെത്തിയിട്ട് കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു 180 രൂപയ്ക്ക്. രസമുണ്ട് കാണാൻ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഫിഷിംഗ് ഫ്രീക്സിൻ്റെ. ഇതിനെ കുറേ ഇട്ടിട്ട് കേട്ടോ. അതിൻ്റെ ബാക്കി എന്തായെന്ന് എനിക്കറിയില്ല. ഫൈറ്ററിനെ വാങ്ങിയിട്ടൊരു ടാങ്കിൽ ഫുള്ള് ഇട്ടിട്ട് അത് ചത്തുപോയോ ബാക്കി ഞാൻ അപ്ഡേറ്റ് നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട്. നമുക്ക് ഫൈറ്ററിനെയും വാങ്ങിയിട്ട് ഇടാം അതിലേക്ക്. പക്ഷേ ബാക്കിയെല്ലാ മീനുകളും ചത്തുപോകാൻ എനിക്കൊരു പേടി. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓ, ഇത് നോക്കിയേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി. അതുണ്ട് നമ്മുടെ ഇതാ വരണത്. ഈ സാധനമാണ് നമ്മുടെ വരണത് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം. ഇത് നോർമൽ സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കുറച്ച് മീനുകളെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാട്ടിത്തരാം കേട്ടോ. ജോക്കി ഞാൻ 2 ഷെഡ് വാങ്ങിയതാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഞാൻ. എന്തായാലും ഇവിടെ നിന്ന് ഇത്ര മതിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നണത് ലാസ്റ്റ് വാങ്ങിയ സെറ്റ് ഉണ്ടല്ലോ, ഇത് ഫുള്ള് ആണുങ്ങൾ മാത്രമുള്ളതുകൊണ്ട് കേട്ടോ. ഇത് ഫുള്ള് അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ട് കാട്ടിത്തരാം. എനിക്ക് മറ്റേത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ ഫിഷിൽ നമ്മൾ ആദ്യത്തെ കടയിൽ പോയി വാങ്ങിയില്ലേ നമ്മൾ, അത് അയ്യോ
പോടാ ജൂണോനെ ഞാൻ വിളിക്കും ഞാൻ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ആദ്യം വാങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് 4 എണ്ണം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ വീട്ടിലെത്തിയിട്ട് കാട്ടിത്തരാം സുഹൃത്തുക്കളെ. ഞാൻ നേരെ വീട്ടിൽ പോട്ടെ കേട്ടോ. മെയിനായിട്ടുള്ള കടകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ തൃശ്ശൂരിലത്തെ. വേറെ 1-2 കടകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഗപ്പികളെ മാത്രം കിട്ടുന്ന ഫാമിൽ പോയി വാങ്ങണം കേട്ടോ. നമുക്ക് തൽക്കാലം ഇത് ഇടാം. എൻ്റെ അമ്മ ഓഫ് റോഡാണോ? ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഫിഷ് ടാങ്കിലേക്ക് പോകാട്ടോ ഗൈസ്. ആദ്യം നമുക്ക് ഈ സാധനം കൊണ്ട് മുക്കി വയ്ക്കണം കേട്ടോ. ജോക്കിയല്ല, നമ്മുടെ ഇത് വെള്ളം. ഓഫ് മോനെ, നോക്ക് നിങ്ങൾ. ഫുള്ള് മറ്റേ സോട്ടയിലില്ലേ, സോട്ടയിലും ഫുള്ളി ഇലകളുടെ മേലെ വന്ന് നിൽക്കുക കേട്ടോ. സോ ആദ്യത്തെ പരിപാടി നമുക്ക് ഇത് മുക്കി വയ്ക്കാം കേട്ടോ. ഇത് ഒന്ന് ഇതിലേക്ക് മുക്കി വയ്ക്കാം. പിന്നെ ഇത് മുക്കി വയ്ക്കാം കേട്ടോ. എനിക്ക് ഈ മീനെയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതിൽ കിടക്കുന്ന മീൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം. ഏകദേശം അതേ കളർ തന്നെയാണ്. ഓ നോക്കിയേ, എല്ലാ മീനും വന്നിട്ടുണ്ട് കേട്ടോ. കൂട്ടുകൂടാൻ എല്ലാവരും വന്നിട്ടുണ്ട്. ചുറ്റിനും എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. പുതിയ കൂട്ടുകാരെ കിട്ടിയിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് അഴിച്ചു വിടാം കേട്ടോ. ഞാൻ മീൻ പൊട്ടിച്ചത് കാട്ടിത്തരാം. ഞാൻ മീൻ വാങ്ങിയത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരമായി, 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു. ഇതാണ് ആദ്യത്തെ മീൻ വരുന്നത് കേട്ടോ. ആദ്യത്തെ മീൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മീനാണ്. ഇതിലിപ്പോൾ ഒറ്റൊരു സാരിവാലനല്ലേ ഉള്ളൂ ഇതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് സാരിവാലൻ കുറച്ചധികം വാങ്ങിയായിരുന്നു. അപ്പോൾ ഒരു 15 സാരിവാലനും ഗപ്പി സാരിവാലൻ ഒക്കെ സെയിം തന്നെയല്ലേ. ആ സാധനം ഫുള്ള് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ആദ്യത്തെ ഇത് വരുന്നത്. ഇത് റെഡ് ടൈൽ അങ്ങനെ എന്തെങ്കിലും പറയുമോ? ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പേര് ചോദിക്കാനും വിട്ടുപോയി. ഫുള്ള് റെഡ് കളറിലാണ് ഉള്ളത് ഈ സാധനം വരുന്നത്. ഇപ്പോൾ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇതാ ആദ്യത്തന്നെ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ആദ്യത്തെ ഒരെണ്ണത്തിന് കൈ കൊണ്ട് പിടിച്ചാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കണു അല്ലേ. ഇനി ഇത് നമ്മൾ മൂടി കഴിഞ്ഞാലേ പിന്നെ ഇതിലേക്ക് വേറെ മീനെ വാങ്ങണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം. എന്നിട്ട് നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് മീനെ ഉണ്ടാവും. ഇതാ കാട്ടിത്തരാം. ഓ കൊള്ളാലോ. ഇതെങ്ങനെയുണ്ട്? ഈ മോഡൽ എങ്ങനെയുണ്ട്? ഈ മോഡല് അതേ കളറ്, മറ്റേ ഷോർട്ട് കളറല്ലേ, വാല് മാത്രം. അത് നന്നായിട്ടില്ലേ? പിന്നെ അതിൽ തന്നെ അത് പെണ്ണല്ലായിരുന്നേ, ഇത് ആണ്. ഇത് കണ്ടോ? ഇതാണ് വേറെ കളർ വരുന്നത്. പിന്നെ വരുന്നത് ഇതാണ്. ഇത് ബ്ലാക്ക് പറഞ്ഞ സാധാരണ സാരിവാലാണ്. ഇതിന് എത്രയാണ്? 40 രൂപ 50 രൂപ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. ഇത് ഈ കളർ കണ്ടോ? ഇത് അതിൻ്റെ തന്നെ ഒരു ആണും കൂടി ഉണ്ട്. കണ്ടോ? അതാണ് അതിലുള്ളത്. വെള്ളം കുറച്ച് കളയണം കേട്ടോ. ഇനി നമുക്ക് ഇതാണ് പൊട്ടിക്കാനുള്ളത് കേട്ടോ. ഈ പാക്കറ്റാണ് പൊട്ടിക്കാനുള്ളത്. ഇവിടെ കുറച്ചും കൂടിയും ഗപ്പികളുടെ വെറൈറ്റി കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ചും കൂടി പോയി വാങ്ങണം കേട്ടോ. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഇവിടെ നിറച്ച് കുറുമ്പ്. ഇവിടെ ഇതിൽ ഫുള്ള് ഇതുകളാണ് കേട്ടോ. ആണുങ്ങളാണെന്നുണ്ട്, സാരിവാലം മാത്രമേ ഉള്ളതുകൊണ്ട് ഇതിൽ അറിയില്ല. ഇത് പൊട്ടിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചുകൂടി നിറഞ്ഞില്ലേ? ഫുള്ള് കുറച്ചുകൂടി ഇവിടെ നിറഞ്ഞിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഫുള്ള് ഇവിടെ ഫുള്ള് കുറച്ചുകൂടി ഒന്ന് ഇതാവും കേട്ടോ. ഇത് വെള്ളം തുമ്പത്ത നിൽക്കണേ, കുറച്ച് പണിയാണ്. ഇത് 10-15 സംതിങ് ഉണ്ട് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഒറ്റ കോരലിൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് കുറച്ചധികം കിട്ടും കയ്യിൽ, കുറേ ഉള്ള കാരണേ. ഇതാൾ പറഞ്ഞത് ഇത്ര ഇതുള്ളൂന്നാണ്. കണ്ടോ? ഈ ടൈപ്പാണ്. ഇതൊരു 10-15 ഉണ്ട് ഇതിൽ. ആണോ? ഷെയ്ക്കാക്കാണ്ട് പിടിക്കട്ടെ ക്യാമറ. കണ്ടോ? 10-15 ഇതിൽ തന്നെ ഉണ്ട്. ഇത് കണ്ടോ? അടിപൊളിയല്ലേ? അതും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഫുള്ള് പറഞ്ഞു വിടാൻ പോവാ. ഓക്കെ. ഇപ്പോൾ ഏകദേശം ഒരു 10-30 മീനായിട്ടുണ്ട് കേട്ടോ.
15 എണ്ണം ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ വാങ്ങി കൊണ്ടുപോയി ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ആക്ച്വലി മോട്ടർ ഒന്ന് ഓൺ ചെയ്യണം. നീ ഈ മോട്ടർ അതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കളയണം. നീ പോയിട്ട് മോട്ടർ ഒന്ന് ഓൺ ചെയ്തടാ. ഇതാ ഇത് നമ്മുടെ മോട്ടർ വരണത് കേട്ടോ. ഇതൊന്ന് ഊരിയിട്ട് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു. അധികം ചെളിയൊന്നുമില്ല കേട്ടോ. ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് അങ്ങനെ തന്നെ വെച്ചിട്ട് മഴക്കാലമല്ല പിന്നെ കുഴപ്പമില്ല. കുറച്ച് വെള്ളം കളയാം. വെള്ളം കളഞ്ഞ് കഴിഞ്ഞ് സെറ്റായിട്ടാ. കളയാന്നാണ് അറിയാത്തത് കേട്ടോ. ഈ പൈപ്പിലത്തെ വെള്ളം ഒന്ന് കുറച്ചൊന്ന് പോയി കിട്ടിയാൽ മതി. ഒരു ഇതാവും. എടാ ഞാൻ പറയുമ്പോൾ ഓഫ് ചെയ്തോളൂ കേട്ടോ. ഫിഷ് ടാങ്കിലത്തെ വെള്ളം പൈപ്പ് ഇട്ട് തുടങ്ങിയ പിന്നെ നോക്കിയേ ഇവിടെ ഫുള്ള് കടലായിട്ടോ. ദൈവേ വീട് മുങ്ങിപ്പോവോ. അണ്ടർഗ്രൗണ്ട് കൂടി ആയ കാരണേ തമ്പുരാനറിയാട്ടോ. വെള്ളം ഇങ്ങനെ കുറച്ചിട്ടില്ല. ഇവിടേക്കും വെള്ളം വരുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ കുറച്ചിട്ട് ഇത് ഓഫ് ചെയ്യാട്ടോ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ വരും. ഞാൻ അമ്മയൊക്കെ വരണേക്കാട്ടും മുന്നേ കുളിച്ച് ഫ്രഷായി ഞാൻ ഈ സാധനം മൂടി ഇടട്ടെ കേട്ടോ. കാരണം നല്ല നാറ്റുണ്ടായിരുന്നു. ഇത് മൂടിയിട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ അറിയിക്കൊന്നും വേണ്ട. ചിലപ്പോൾ അമ്മയുടെ വായിരിക്കും ഇത് കേൾക്കേണ്ടി വരും. ഞാൻ ഓരോന്ന് വാങ്ങി കൂട്ടിയതിന് കേട്ടോ. അപ്പം അങ്ങനെ തന്നെ ഇതിനൊന്നും ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇടാം. സോ ഇതിൽ ഓസ്കാർ കൂടി വാങ്ങണമെന്നുണ്ട്. വീഡിയോ കാണുന്നതായാലും അമ്മ കാണും, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. വെറുതെ നമ്മളായിട്ട് ഇങ്ങനെ കൊടുക്കണ്ടല്ലോ, ഏണി വലിച്ച് കൊടുക്കണ്ടല്ലോ. സോ ഇതിൽ ഓസ്കാർ കൂടി വാങ്ങിയിടാം. എന്നിട്ട് ഈ സീരീസ് കഴിക്കാം. കാരണം നമുക്കറിയാലോ ഇത് മൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിത് തുറക്കാറില്ല. ഒരു കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസം 7 മാസം 8 മാസത്തേക്കും തുറക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് കേട്ടോ. ഇത് അടച്ചു കഴിഞ്ഞാൽ അടച്ചത് അവരെ ക്ലോസ്ഡ് ആണ്, ഡാം ക്ലോസ് ചെയ്തതുപോലെ. സോ സ്റ്റേ ട്യൂൺഡ്. ഓസ്കാർ വേണോ വേണ്ടേന്ന് താഴെ നിന്ന് കമൻറ്റ് നോക്കാം. എനിക്ക് അതുകൊണ്ട് വാങ്ങണമെന്ന് എനിക്ക് കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി. സോ കിട്ടിയ വ്ളോഗായിട്ട് നാളെ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.